നമുക്കറിയാം നാളെ നമ്മൾ ചെന്നൈയിൻ FC നേരിടാൻ പോവുകയാണ്. വളരെ ക്രൂഷ്യലായിട്ടുള്ളൊരു മാച്ചാണ്. സോ എന്തായാലും ഈ ഒരു മാച്ചുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിലേക്ക് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. 200 ലൈക്കിൻ്റെ ടാർഗറ്റ് എല്ലാവരും അതിലേക്ക് എത്തിക്കുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഓവൻ കോയിൽ പറഞ്ഞ ഈ ഒരു കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുക. നമുക്കറിയാം എപ്പോഴും ഒരു പ്രീ മാച്ച് പ്രസ് കോൺഫറൻസ് കാണും. സോ അതിൽ ഒപ്പോണൻറ്റ് കോച്ചുമാർ നമ്മളെക്കുറിച്ച് പല കാര്യങ്ങളും പറയും. എന്തായാലും അതിൽ ഓവൻ കോയിൽ പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്: കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്നത് വളരെ നല്ലൊരു ടീമാണ്. പ്രത്യേകിച്ച് അവരുടെ ഫാൻസ് ഒരുക്കുന്നൊരു അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് അതൊരു ഭീകര അറ്റ്മോസ്ഫിയറാണ്. പിന്നെ അവർ ഭയങ്കര വോക്കലാണ്. ഇത് നല്ല രീതിയിൽ സൗണ്ട് ഉണ്ടാക്കി എന്താ പറയുക, നമ്മുടെ ഫാൻസിനെ സപ്പോർട്ട് ചെയ്യുക, അവരുടെ ക്ലബിനെ അവർ ആ ഒരു രീതിയിൽ വോക്കലായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഫാൻസാണ്. സോ എന്തായാലും എനിക്ക് ആ ഒരു ടൈപ്പ് ഓഫ് ലെവൽ നാളെ കാണുമോ എന്ന് എനിക്കറിയില്ല. കാരണം ഒന്നാമത് നിങ്ങൾ ആ ഒരു ബുക്ക് മൈ ഷോ പേടിഎം ഇൻസൈഡറിലൊക്കെ എടുത്ത് നോക്കിയാൽ മതി, ആ ടിക്കറ്റൊന്നും അങ്ങനെ വിറ്റുപോയിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ ഫാൻസ് അധികം ഉണ്ടാകുമോ എന്നുള്ള കാര്യം സംശയമാണ്. എന്തായാലും കണ്ടു തന്നെ അറിയണം എന്താണ് നാളെ നടക്കാൻ പോകുന്നത്. നാളത്തെ മാച്ച് കൂടി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പരാജയപ്പെട്ട് കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ് ഉണ്ടാകാൻ പോകുന്നത്. എന്താ പറയുക, സ്റ്റേഡിയത്തിൽ ഫാൻസൊന്നും വരാത്തൊരവസ്ഥയിലേക്ക് പോകാനുള്ള നല്ല സാധ്യതകളുണ്ട്. സോ ബ്ലാസ്റ്റേഴ്സിന് നാളത്തെ മത്സരം വിജയിച്ചേ മതിയാകുള്ളൂ. ഒരു ഡു ഓർ ഡേ മാച്ച് എന്നൊക്കെ തന്നെ പറയാം.